ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ICC ടൂർണമെന്റുകളിൽ മാത്രമായി ചുരുങ്ങിയ ഒരു പോരാട്ടം. സ്റ്റിൽ ഇരു ടീമുകളും ഏതൊരു തവണയും ഏറ്റുമുട്ടുമ്പോഴും ആരാധകർ അത്യധികം ആവേശത്തിൽ തന്നെയായിരിക്കും. 2023 ഇന്ത്യയിൽ നടന്ന ലോകകപ്പിൽ പാകിസ്ഥാനെ തറപറ്റിച്ച ഇന്ത്യ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു 2024 T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ നേരിടാൻ ഇറങ്ങിയത്. എന്നാൽ അത് അത്രയും എളുപ്പമുള്ള ടാസ്ക് ആയിരുന്നില്ല. ന്യൂയോർക്കിലെ സ്ലഗ്ഗിഷ് ട്രാക്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് പാക് പേസർമാരെ നേരിടുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. മഴ മൂലം ഏകദേശം 1 മണിക്കൂറോളം വൈകിയാണ് മത്സരം ആരംഭിച്ചതും. ഷഹീൻ അഫ്രിഡിയുടെ ന്യൂ ബോൾ അറ്റാക്ക് നേരിടാൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തയ്യാറെടുക്കുമ്പോൾ 2021 ഡിസ്മിസൽ ഒരു നിമിഷത്തേക്കെങ്കിലും പലരുടെയും മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എന്നാൽ ആദ്യ ഓവറിൽ തന്നെ ഒരു അത്യുഗ്രൻ പിക്കപ്പ് ഷോട്ടിലൂടെ പന്ത് ഗാലറിയിലെത്തിച്ച് ശർമ്മ തന്റെ ഉദ്ദേശം വ്യക്തമാക്കി. ആദ്യ ഓവറിന് ശേഷം വീണ്ടും മഴയെത്തി. ശേഷം മഴ മാറി മത്സരം ആരംഭിച്ച ഉടൻ തന്നെ വിരാട് കോഹ്ലിയെ ഇന്ത്യക്ക് നഷ്ടമായി. നസീം ഷാ എറിഞ്ഞ രണ്ടാം ഓവറിലെ 3-ാം പന്തിൽ തന്നെ കോഹ്ലി മടങ്ങി. വെറും 4 റൺസ് മാത്രമെടുത്ത കോഹ്ലി ഉസ്മാൻ ഖാന്റെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു. പിന്നാലെ 3-ാം ഓവറിൽ നായകൻ രോഹിത്തും കൂടാരം കയറിയതോടെ ഇന്ത്യയുടെ നില പരിങ്ങലിലായി. 2-19 എന്ന നിലയിലേക്ക് വീണ ഇന്ത്യയെ തന്റെ ടിപ്പിക്കൽ കൗണ്ടർ അറ്റാക്കിംഗ് ബാറ്റിംഗിലൂടെ ഋഷഭ് പന്താണ് തകർച്ചയിൽ നിന്നും കരകയറ്റിയത്. പാകിസ്ഥാൻ ഫീൽഡർമാരും പന്തിന് സഹായഹസ്തവുമായി എത്തിയതോടെ അക്ഷർ പട്ടേലിനെ കൂട്ടുപിടിച്ച് പന്ത് ടീം സ്കോർ 50 കടത്തി. എന്നാൽ അധികം വൈകാതെ അക്ഷറിനെ മടക്കി നസീം ഷാ വീണ്ടും തിരിച്ചടിച്ചു. പക്ഷേ വിക്കറ്റ് വീണതൊന്നും വകവയ്ക്കാതെ ബാറ്റ് വീശിയ പന്ത് ഇന്ത്യയെ മികച്ച ടോട്ടലിലേക്ക് നയിച്ചു. പക്ഷേ 12-ാം ഓവറിൽ സൂര്യകുമാർ യാദവ് പുറത്തായത് വലിയൊരു കൂട്ട തകർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കി. പിന്നാലെ ശിവം ദുബെ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ എന്നിവർ ചെറിയ ഇടവേളകളിൽ പുറത്തായപ്പോൾ ഇന്ത്യ 3 അക്കം പോലും തികയ്ക്കില്ല എന്ന് ഏവരും ഉറപ്പിച്ചു. വാലറ്റത്തിന്റെ സഹായത്തോടെ 100 പിന്നിട്ടെങ്കിലും ഒടുവിൽ 19 ഓവറിൽ 119 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. അർഷ്ദീപും സിറാജും നടത്തിയ ചെറുത്തുനിൽപ്പായിരുന്നു ഇന്ത്യയെ ഈ സ്കോറിൽ എത്തിച്ചത്. ന്യൂയോർക്ക് പിച്ച് ബാറ്റിംഗ് ദുഷ്കരമായതായിരുന്നെങ്കിലും 119 എന്നത് ഒട്ടും തന്നെ സേഫ് സ്കോർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 120 റൺസ് വിജയലക്ഷ്യം പിന്തുടരാൻ പാകിസ്ഥാൻ കളത്തിലിറങ്ങുമ്പോൾ ഇന്ത്യയുടെ ഹോപ്സും ഏറെ പിന്നിലായിരുന്നു. പാക് ഓപ്പണർമാരായ മുഹമ്മദ് റിസ്വാനും ക്യാപ്റ്റൻ ബാബർ അസാമും പോസിറ്റീവ് സ്റ്റാർട്ടാണ് അവർക്ക് നൽകിയതും. ഒടുവിൽ ബാബറിനെ മടക്കി ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. പക്ഷേ ആ ആശ്വാസം അല്പനേരം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. റിസ്വാൻ, ഉസ്മാൻ സഖ്യം ചേർന്ന് പാകിസ്ഥാനെ പതിയെ മുന്നോട്ട് നയിച്ചു. ചെറിയ ടാർഗറ്റ് ആയതുകൊണ്ട് തന്നെ റൺ റേറ്റ് ഓർത്ത് പാകിസ്ഥാന് തലപുകയ്ക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. സ്കോർ 57-ൽ നിൽക്കവേ ഉസ്മാനെ അക്ഷർ പട്ടേൽ വിക്കറ്റിന് മുന്നിൽ കുടിക്കിയെങ്കിലും പിന്നാലെ എത്തിയ ഫക്കർ സമാൻ അറ്റാക്കിംഗ് ബാറ്റിംഗിലൂടെ ഇന്ത്യയെ ബാക്ക്ഫുട്ടിലാക്കി. ഫക്കറിനെ ഒരു തകർപ്പൻ ബൗൺസറിലൂടെ ഹാർദിക് മടക്കിയെങ്കിലും റിസ്വാൻ പാകിസ്ഥാനെ മികച്ച നിലയിലേക്ക് നയിച്ചു. 7 വിക്കറ്റുകൾ കയ്യിലിരിക്കെ 36 പന്തിൽ വെറും 40 റൺസ് മാത്രം മതിയായിരുന്നു പാകിസ്ഥാനെ വിജയിക്കാൻ. ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ 2ാമത്തെ തോൽവി ഇന്ത്യ വഴങ്ങുമെന്ന് ആരാധകർ ഏവരും 100% ഉറപ്പിച്ച സമയം. ബട്ട് ദെൻ കെയിം ജസ്പ്രീത് ബുംറ. 43 പന്തിൽ 31 റൺസുമായി അതുവരെ ശ്രദ്ധയോടെ ബാറ്റ് ചെയ്ത് മുന്നേറുകയായിരുന്ന മുഹമ്മദ് റിസ്വാനെ 15-ാം ഓവർ എറിയാനെത്തിയ ബുംറ ആദ്യ പന്തിൽ തന്നെ മനോഹരമായൊരു ഇൻസ്വിംഗറിൽ ക്ലീൻ ബൗൾഡാക്കിയതോടെ പാകിസ്ഥാൻ പതറി. മറ്റെല്ലാ ബൗളേഴ്സിനെതിരെയും ഡിഫൻസീവ് മൈൻഡ് സെറ്റ് പുറത്തെടുത്ത ശേഷം ബുംറയ്ക്കെതിരെ ആദ്യ പന്തിൽ തന്നെ ബിഗ് ഷോട്ടിന് ശ്രമിച്ച റിസ്വാന്റെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ. തൊട്ടു പിന്നാലെ ഹാർദിക് പാണ്ഡ്യ, ഷതബ് ഖാനെയും വീഴ്ത്തി പാകിസ്ഥാനെ ബാക്ക്ഫുട്ടിലാക്കി. ഇതോടെ റൺസ് കണ്ടെത്താൻ പാടുപെട്ട പാകിസ്ഥാന് അവസാന 3 ഓവറിൽ ലക്ഷ്യം 30 റൺസായി മാറി. 18-ാം ഓവർ എറിഞ്ഞ മുഹമ്മദ് സിറാജ് നോ ബോൾ അടക്കം 9 റൺസ് വഴങ്ങിയതോടെ ലക്ഷ്യം 2 ഓവറിൽ 21 റൺസായി കുറഞ്ഞു. പക്ഷേ 19-ാം ഓവർ എറിഞ്ഞ ബുംറ ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി. കൂടാതെ ഓവറിലെ അവസാന പന്തിൽ ഇഫ്തിഖർ അഹമ്മദിനെ പുറത്താക്കിയ ബുംറ അവസാന ഓവറിൽ അർഷ്ദീപ് സിംഗിനെ ഡിഫെൻഡ് ചെയ്യാൻ 18 റൺസ് നൽകുകയും ചെയ്തു. അർഷ്ദീപ് സിംഗ് എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഇമദ് വസീമിനെ ഋഷഭ് പന്ത് വിക്കറ്റ് പിന്നിൽ പറന്നു പിടിച്ചു. അടുത്ത 2 പന്തിൽ സിംഗിൾസും തുടർന്നുള്ള 2 പന്തിൽ നസീം ഷാ ബൗണ്ടറിയും നേടിയെങ്കിലും ഇന്ത്യ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 6 റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയത്തിലൂടെ T20യിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും ലോവസ്റ്റ് ടോട്ടൽ ഡിഫെൻഡ് ചെയ്ത് ചരിത്രവും കുറിച്ചു. വേൾഡ് കപ്പ് പോലൊരു ബിഗ് സ്റ്റേജിൽ 119 റൺസ് ഡിഫെൻഡ് ചെയ്യുക എന്നത് നിയർലി ഇമ്പോസിബിൾ ആയ ഒരു കാര്യം തന്നെയാണ്. ഇൻഫാക്ട് ലോകകപ്പ് ഹിസ്റ്ററിയിൽ തന്നെ അതൊരു റെക്കോർഡുമാണ്. ബട്ട് ഈ ഒരു ലോവസ്റ്റ് ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുക എന്നത് ആധുനിക ക്രിക്കറ്റിൽ 2 പേർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. രോഹിത് ശർമ്മ ആൻഡ് ജസ്പ്രീത് ബുംറ. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ലോവർ ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു നായകനും അതിനായി അയാൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന അദ്ദേഹത്തിന്റെ തെറുപ്പുചീട്ടും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുപോലെയുള്ള നിരവധി സിറ്റുവേഷൻസ് നേരിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ന്യൂയോർക്കിലും രോഹിത്തും ബുംറയും പതറിയില്ല. പാകിസ്ഥാൻ ഗെയിം തങ്ങളുടെ വരുതിയിലാക്കി മുന്നേറിയപ്പോഴും രോഹിത് തന്റെ ആത്മവിശ്വാസം വെടിഞ്ഞിരുന്നില്ല. മറ്റേതൊരു ക്യാപ്റ്റനായിരുന്നെങ്കിലും ബുംറയെ വളരെ നേരത്തെ ബൗളിങ്ങിന് കൊണ്ടുവന്ന് വിക്കറ്റിനായി ശ്രമിച്ചേനെ. ബട്ട് രോഹിത് ഹാഡ് എ ക്ലിയർ പ്ലാൻ ആൻഡ് ഇൻ ദ എൻഡ് ദാറ്റ് മെയ്ഡ് ദ ഡിഫറൻസ്. വൺ ടീം ഹാഡ് ജസ്പ്രീത് ബുംറ, ദ അതർ ഡിഡ് ഇറ്റ്. ഇന്ത്യൻ വിജയത്തിനെ ഇതിലും സിമ്പിളായി വർണ്ണിക്കാൻ സാധിക്കില്ല. രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ ആൻഡ് ദ ആർട്ട് ഓഫ് ഡിഫെൻഡിങ് കണ്ടിന്യൂസ്.